ചക്കപ്പൊട്ട് തയ്യാറാക്കുമ്പോൾ ആവി വരാൻ വൈകുന്നുണ്ടോ? എങ്കിൽ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ വിഭവമായ ചക്കപ്പുട്ടാണ് കേട്ടോ. ചക്കപ്പുട്ട് ചെയ്യുമ്പം ആവി വരാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോ കണ്ട സൊല്യൂഷൻ മനസ്സിലാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഈ ചക്കപ്പുട്ട്. പിന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയണ്ട, ആ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചക്കപ്പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. ചക്കപ്പുട്ടിന് ആദ്യം തന്നെ നമുക്ക് ഇതേമാതിരി ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ അതിന് വേണ്ടിയുള്ള തേങ്ങയും. പിന്നെ നമുക്ക് ചക്കപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. പുട്ട് ഒഴുകാനായിട്ട് ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് തീ പിടിപ്പിക്കാം. ഇത് തിളക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അരിമാവ് തട്ടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മാവ് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മാവ് കുഴയ്ക്കണം. ഇതാണ് പരുവം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അതായത് പരുവം എന്ന് പറയുന്നത് നമുക്കൊരു പിടി മാവ് ഇങ്ങനെ എടുത്ത് അമുക്കി നോക്കുമ്പോൾ കറക്റ്റായി നമുക്കിങ്ങനെ പൊടിച്ചിടാം. ഇതാണ് മാവ്, പുട്ടിൻ്റെ മാവിൻ്റെ പരുവം. പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ചിട്ടുള്ളത്. തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയ്ക്കകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചക്കകൾ ചേർക്കാം. ഇതേ കണക്ക് ചെറുതായിട്ട് വേണം നമ്മൾ ചക്കകൾ മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഈ തേങ്ങയും ഈ ചക്കയും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇതിനകത്തൊരു ശകലം ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഏലക്കയും പഞ്ചസാരയും കൂടെ ഇത് പൊടിച്ചതാണ്. ഇതും കൂടെ നമുക്കൊരു ശകലം ഇതിനകത്ത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിനകത്ത് പഞ്ചസാരയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് നമ്മൾ സാധാ പുട്ട് പുഴുങ്ങുന്ന കണക്ക് തന്നെ ചക്കപ്പുട്ടാണിത്. തേങ്ങയും ചക്കയും കൂടെ ചേർത്ത് നമുക്ക് ഈ പുട്ടിന് ഇതിനകത്ത് ചില്ലിടാം. ചില്ലിട്ടിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തേങ്ങയാണ് ചേർക്കേണ്ടത്. തേങ്ങ ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചക്ക ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. കാര്യം ചക്കയും ഇതും ആദ്യം ഇടാത്തതെന്ന് പറഞ്ഞാൽ ആവി കയറി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് മാവ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ഈ ചക്ക ചേർക്കാം. പിന്നെ പുട്ടിന് നമ്മൾ പുഴുങ്ങുന്ന കണക്ക് തന്നെ സെയിം രീതിയിൽ പിന്നെ മാവ് ചേർക്കുക. പിന്നെ ചക്ക ചേർത്തിട്ട് പിന്നെ അതിനകത്ത് പുറത്തോട്ട് കുറച്ച് തേങ്ങ ഇടുന്നു. അടുപ്പിനകത്തോട്ട് വയ്ക്കാം. ഇതിലേക്ക് ആവി വന്നിട്ടുണ്ട്. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് വേവട്ടെ നന്നായിട്ടൊന്ന്. നമുക്കിതൊന്ന് തള്ളി വെക്കുകയാണ്. നല്ല വൃത്തിയിൽ ചക്കയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പരുവം. പിന്നെ ചക്കപ്പൊട്ട് ചെയ്യാനായി മാക്സിമം വരിക്കച്ചക്ക തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ എന്നൊരു ജ്യൂസി ആയിട്ടുള്ള സ്ട്രക്ചറും ടേസ്റ്റും ഒക്കെ കിട്ടുകയുള്ളൂ. ചക്ക ആവിയെ വേവിച്ചെടുത്തോണ്ട് തന്നെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ കേട്ടോ ഇത്. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾസ് ഇട്ടേക്കണേ മറക്കാതെ തന്നെ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഓർമ്മയുടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പൊ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി, ബൈ, സീ യു ഓൺ നെക്സ്റ്റ് ടൈം.